മോചനത്തിന് ശേഷം സുബ്രഹ്മണ്യം മുതലാളിയുമായിട്ടുള്ള ഒരു പരിചയപ്പെടലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ആകാശവാണിയിലെ ജോലിയും അതിൻ്റെ ഒരു ഭാരവും ഒക്കെ തുടരുന്നു. അതേസമയം തന്നെ ഒരുപാട് പ്രതിഭകളുമായിട്ടുള്ളൊരു സർഗ സഹവാസവും തുടർന്നുകൊണ്ടിരിക്കുന്നു. പത്മരാജനുമായിട്ടുള്ള ആത്മബന്ധം അതിൻ്റെ ഒരു തീക്ഷ്ണതയിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോഹൻ സംവിധാനം ചെയ്യുന്ന ഒരു പുതിയ പ്രൊജക്റ്റ് ശാലിനി എൻ്റെ കൂട്ടുകാരി. മലയാളിയുടെ ഒരുപാട് ഗൃഹാതുരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകളെ ഇപ്പോഴും തഴുകി ഉണർത്തുന്ന ഒത്തിരി പാട്ടുകൾ ആ സിനിമയിലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും പത്മരാജൻ്റെ സ്ക്രിപ്റ്റ്, മോഹൻ്റെ സംവിധാനം എന്ന് പറയുമ്പോൾ ആ കാലത്തെ 80കളുടെ ഒരു യുവതലമുറയുടെ ഹരമായി മാറുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റ്. അതുപോലെ തന്നെ അതിൽ അന്ന് സുകുമാരൻ, അതുപോലെ തന്നെ ശോഭ എന്ന് പറയുന്നൊരു ആക്ട്രസിന് ഇന്നത്തെ ഒരു വലിയ ഒരു സൂപ്പർ ഹീറോയിൻ്റെ ഒരു പരിവേഷം ഉണ്ടായിരുന്നു. ആ സിനിമ വലിയ ഹിറ്റായിരുന്നു. ക്യാമ്പസുകൾ അത് ആ കാലത്ത് ഏറ്റെടുത്തു. അതിലെ 4 പാട്ടുകളും സൂപ്പർ ഹിറ്റായിരുന്നു. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകളുണ്ട്, കവിതയുണ്ട്. നമുക്ക് കവിതയിൽ നിന്ന് തുടങ്ങാം. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയ പ്രവാഹമായി വന്നു, അതികൂട സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു, പ്രഥമോദ ബിന്ദുവായി തീർന്നു. വളരെ മനോഹരമായിട്ടുള്ള, ഇപ്പോൾ വയലാറൊക്കെ എഴുതുന്ന പോലെയുള്ള പദാവലികളും കൽപ്പനകളും ഒക്കെ നിറഞ്ഞ ഒരു സിനിമാറ്റിക് കവിത എന്നൊരു പുതിയ റോണർ തന്നെ മലയാളത്തിലുണ്ട്. സിനിമയ്ക്ക് വേണ്ടി എഴുതിയത് കൊണ്ട് മാത്രം അത് കവിതയായിട്ട് കാണാത്ത കുറേ ആളുകളുണ്ട്. ഇതിലെ വാക്കുകളൊക്കെ ഞാൻ ഈ കവിത ആദ്യമായി കേട്ട അന്ന് തൊട്ട് കുറേ കാലം ഇതിൻ്റെ കറക്റ്റ് മീനിങ് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പ്രഥമോദ ബിന്ദു, പിന്നീടാണത് കാളിദാസൻ്റെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള കാവ്യത്തിലെ ഒരു പ്രയോഗം അത് ഈ വരികളിലേക്ക് ആവാഹിച്ചതാണെന്നൊക്കെ മനസ്സിലായത്. ആ കവിതയുടെ ഒരു പിറവി, അതിലേക്കുള്ള ഒരു പ്രയാണം ഒക്കെ എങ്ങനെയായിരുന്നു? ശാലിനിയുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഈ കവിതയ്ക്ക് വേണ്ടിയുള്ളതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എൻ്റെ ബേസിക്കായിട്ടൊരു കവി ആയതുകൊണ്ടും നല്ല കവിതയുടെ ആരാധകനായതുകൊണ്ടും ചങ്ങമ്പുഴയുടെയും വയലാറിൻ്റെയും ഒക്കെ വലിയ ഫാൻ എന്നൊക്കെ പറയുന്ന പോലെ ആയിരുന്നു ഞാൻ. എനിക്ക് അവരുടെ അതേ വഴി കൂടെ സിനിമയിലൊരു എൻട്രൻസ് കിട്ടുക എന്നുള്ള അത്ഭുതമായിരുന്നു. അതിന് പ്രേരിപ്പിച്ച ഒരു ഘടകമാണ് ഈ ശാലിനിയുടെ കൂട്ടുകാർ. ഇതിലെ പാട്ടുണ്ടാക്കാനും ഇത്രയും നല്ല കാവ്യഭംഗിയുള്ള ഒരു പല്ലവി ഉണ്ടാക്കാനും സഹായിച്ചത് ദേവരായ മാഷാണ്. കാരണം ഞാൻ ആദ്യം എഴുതിയ വരികൾ സാധാരണ ഒരു പ്രേമ കവിത പോലെയാണ് എഴുതി വെച്ചത്. ആകാശവാണിക്ക് വേണ്ടിയിട്ട് ഞാൻ പണ്ട് ട്യൂൺ ചെയ്ത ഒരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് നല്ല പാട്ടുമായിരുന്നു. ജയചന്ദ്രനാണ് ലളിതഗാനമാണെങ്കിൽ ഇത് പാടിയത്. അപ്പോൾ ആ പാട്ട് തന്നെ ഞാൻ ദേവരായ മാഷിട്ട് പറഞ്ഞു, ഇങ്ങനൊരു പാട്ടുണ്ട്, അതിലെ വരി ഞാൻ ചേർത്തോട്ടെ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു ശരി, ഞാൻ വേറെ ട്യൂണല്ലേ ഇടുന്നത് വെച്ച് പുള്ളി അത് സമ്മതിച്ചു. പക്ഷേ വരി കണ്ടപ്പോൾ പുള്ളിക്ക് ദേഷ്യം വന്നു. വരികളെങ്ങനെയായിരുന്നു? വരിയുടെ പശ്ചാത്തലം എന്ന് വെച്ചാൽ എനിക്കൊരു കാമുകയുണ്ടായിരുന്നു. അപ്പോൾ ഈ കാമുകയുടെ പേര് അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ആ പാട്ട് എഴുതിയിരുന്നത്. റേഡിയോയിൽ വരുത്തിയപ്പോൾ കാമുകിക്ക് അത് കേൾക്കാമല്ലോ എന്ന് എഴുതി എഴുതിച്ചാണ്. പക്ഷേ എനിക്ക് ആ വരികളോട് ഇഷ്ടമായിരുന്നു. കുടിലുള്ള രോമൽ പ്രഭാതത്തിൽ ഇന്നലെ കനകലതയെ നിന്നെ കണ്ടു, അതുകൂടെ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന ഋതുകന്യ പോലെ നീ നിന്നു എന്നാണ് ഞാൻ എഴുതി വെച്ചത്. അപ്പോൾ അത് ആകാശവാണി ഗാനമായിട്ട് ഗംഭീരമായി. അപ്പം ദേവരായ മാഷ് ഈ പാട്ട് ഇഷ്ടപ്പെടുമെന്ന് വെച്ചാണ് ഞാൻ ഈ വരി തന്നെ കൊടുത്തത്. ദേവരായ മാഷ് ഈ വരി കണ്ടപ്പോൾ ചതുർത്ഥി കണ്ട പോലെ അദ്ദേഹത്തിൻ്റെ മുഖം മാറിയിട്ട് വളരെ ദേഷ്യത്തോടു കൂടി ലതേ അമ്മിണിയൊന്നും വേണ്ട, കനകലത വേണ്ട, നീ കനകലത ലതേ അമ്മിണിയൊന്നും വേണ്ട, നീ നല്ല 4 വരി എഴുതി വയ്ക്കുന്നുണ്ട് ദേഷ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അപ്സ്റ്റെയറിൽ ഞാൻ ആ സോഫയിലിരുന്ന് കറുത്ത സോഫയിൽ അദ്ദേഹത്തിൻ്റെ ക്ഷീണമുറിയിലെ കറുത്ത സോഫയിൽ ഞാനിരിക്കുന്നു. അദ്ദേഹം കോണിപ്പിടി ചവിട്ടി ക്ഷുഭിതനായിട്ട് മുകളിലോട്ട് പോകുന്നു. ഞാൻ ഉടനെ ഇറങ്ങി വരും, നീ നല്ല വരി എഴുതി ഉണ്ടാക്കി വെച്ചോണം. ഇതെനിക്കൊരു പരീക്ഷണ ഘട്ടമായിരുന്നു. കാരണം ദേവരായ മാഷ് ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് ധാരണയില്ല. അപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എല്ലാ ദൈവങ്ങളെയും ധ്യാനിക്കുന്നു. ആ കൂട്ടത്തിൽ ശിവൻ വരുന്നു, പാർവതി വരുന്നു, ഹിമാലയം വരുന്നു, വലിയ തസ്യ പ്രഥമോദ ബിന്ദു, ഇതൊക്കെ സാധനമൊക്കെ വരികയാണ്, കാളിദാസനൊക്കെ വരുന്നു. എന്നാൽ അത് തന്നെ കാച്ചാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ആ ആദ്യത്തെ മഴത്തുള്ളിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് 1 മിനിറ്റ് ധ്യാനനിമഗ്നനായി. പിന്നെ ഞാനല്ല കവിത എഴുതുന്നത്. സത്യത്തിൽ ആ വരി എഴുതിയത് അൺനോൺ, എപ്പോഴും യേശുദാസ് പറയാനുള്ളത് പോലെ നല്ല നല്ല സംഭവങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ അവിടെ നിന്നാണ്. കാരണം മോളിൽ നിന്നുള്ള ദൈവത്തിൻ്റെ ഒരു വരദാനമായിട്ട് ചില വരികളോ ശബ്ദമൊക്കെ വരും. ചില പാട്ടുകളിലൊക്കെ ചില സമയത്തൊക്കെ ദാസേട്ടന് അറിയാതെ തന്നെ
ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടല്ലേ അത് ഗന്ധർവതായിട്ട് മാറുന്നു എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഈ വരികളിൽ ദൈവസാന്നിധ്യം ഉണ്ടായി. അതുകൊണ്ടാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് ഇപ്പോഴും ഈ കവിതയാണ് നിൽക്കുന്നത്. പ്രഥമോദ ബിന്ദു എന്ന് പറയുമ്പോൾ ആ ഒരു പശ്ചാത്തലം അത് പുതിയ തലമുറയ്ക്കും കൂടി മനസ്സിലാക്കാൻ ആദ്യത്തെ മഴത്തുള്ളി പാർവതി ധ്യാനിച്ച് നിൽക്കുമ്പോൾ അവളുടെ നെറുകയിൽ വീണ ആ മഴത്തുള്ളി ഇങ്ങനെ ശരീരത്തിൻ്റെ പല ഭാഗത്തൂടെ വന്ന് ആ ബോഡി മുഴുവൻ അനാവൃതമാവുകയാണ്. അപ്പോൾ ആദ്യത്തെ മഴത്തുള്ളി അത്രത്തോളം ദിവ്യവുമാണ്, ഹൃദ്യവുമാണ്, അത്രത്തോളം അനുഭൂതിധന്യമാണ് അതിൻ്റെ പ്രവാഹം. അപ്പോൾ അങ്ങനെ പ്രഥമോദ ബിന്ദുവായി തീർന്നു എന്നുള്ള വരി വന്നപ്പോൾ സത്യത്തിൽ ദേവരായ മാഷക്ക് പുള്ളി ഉറപ്പിച്ചു, തീരുമാനമായി പുള്ളിക്ക്. കാരണം പുള്ളി ചെയ്ത നേരത്തെ ഒരു പാട്ടുണ്ട്, ചക്രവർത്തിനി എന്നുള്ള പാട്ട്, സാലപഞ്ചികൾ, വയലാറിന് അതിമനോഹര പാട്ട്, അതിൻ്റെ ഒരു പിൻഗാമി വന്നു എന്നുള്ളത് പുള്ളി തീരുമാനിച്ചു. മാത്രമല്ല മാധുര്യമ്മ പാടിയതിൽ ഏറ്റവും നല്ല പാട്ട് ഇതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇത്രയും നല്ലവണ്ണം മലയാളം ഉച്ചരിക്കാൻ, മലയാള അക്ഷരങ്ങൾ മാധുരിക്ക് പാടാൻ പറ്റുമെന്ന് തെളിയിച്ച പാട്ടാണത്. അത് വലിയ അത്ഭുതമാണ്. കാരണം ജാനകി പാടി ഒരുപാട് പേര് പാടിയിട്ടുണ്ടെങ്കിലും മലയാള പദങ്ങൾ ഇത്ര ഭംഗിയായിട്ട് ഒരു തമിഴത്തി ആയിട്ടുള്ള മാധുരി പാടിയത് പുള്ളിക്ക് വലിയ അത്ഭുതമായിരുന്നു. ആ പാട്ട് അങ്ങനെയാണ് ഉണ്ടായത്. എനിക്ക് തിരിച്ചു കിട്ടാതെന്നൊക്കെ ലൈനൊക്കെ വളരെ ഭംഗിയായിട്ട് പുള്ളി, പ്രത്യേകിച്ച് ആ വരികളിലെ ഒരു ഭാവം അത് വളരെ ഹൃദ്യമാണ്. ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് മാധുരിയമ്മയുടെ ചേഞ്ച് ഓവർ ഉണ്ട്. ഇതിൽ നിന്നും വേറൊരു സിറ്റുവേഷനിലേക്ക് മാറുമ്പോൾ വരുന്ന ചില മാധുരിയമ്മ സ്പെഷ്യൽ എഫക്റ്റുകളുണ്ട്. അതെ അതെ അതെ. പ്രത്യേകിച്ച് അതിലെ അവസാന പോർഷൻ, ഇപ്പോൾ ആ സിനിമയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ വേണു നാഗവള്ളി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ കവിത എഴുതുന്നത്. അത് ശോഭയുടെ വളരെ കുസൃതിക്കാരിയായിട്ടുള്ള ഒരു ക്യാരക്ടർ, അവരുടെ സുഹൃത്ത് വേണുനാഗവള്ളി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പെങ്ങളാണ് ജലജ അവതരിപ്പിക്കുന്ന കഥാപാത്രം. വേണുനാഗവള്ളിയുടെ കഥാപാത്രത്തിന്റെ മനസ്സ് മുഴുവൻ ആ വരികളിലുണ്ട്. അതേസമയം തന്നെ അത് പാടുന്നത് ഒരു ഫീമെയിൽ വോയിസിലാണ്. ഇതേ ഒരു ടെക്നിക്ക് പിന്നീട് ക്ലാസ്മേറ്റ്സിലും ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ അപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ മോഹൻ സാറ് അവതരിപ്പിച്ചിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ പിന്നീട് ലാൽജോ സാറിന് വരെ ഒരു ടെക്സ്റ്റായിരുന്നു. ക്ലാസ്മേറ്റ്സിലെ ആ പാട്ട് എൻ്റെ കൽബിലെ എന്നുള്ള പാട്ടും ഇതേ റൂട്ടിലായിരുന്നു അവരത് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ശാലിനിൻ്റെ കൂട്ടുകാരിയിലേക്ക് വരാം. അപ്പോൾ ഈ കവിത അതുപോലെ തന്നെ ഇതുപോലെ വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു പാട്ട് ഒരുപാട് ഹിറ്റായത് ആ പാട്ടാണ്. സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി താരുണ്യമേന്നി വന്നു. മലയാളത്തിലെ ഒരു തലമുറ മുഴുവൻ ക്യാമ്പസുകളാണ് അത് ആദ്യം ഏറ്റെടുത്തത്. പക്ഷെ പിന്നീട് ഒരുപാട് തലമുറകൾ ഈ പാട്ട് പാടി. ഇപ്പോഴും സ്റ്റാർ സിംഗർ പോലെയുള്ള റിയാലിറ്റി ഷോകളിൽ ഈ പാട്ട് ഒഴിച്ചുകൂടാനാവാത്തൊരു പാട്ടാണ്. ഈ സുന്ദരി എന്നുള്ള ഒരു വിളി, അത് എനിക്ക് തോന്നുന്നു ദേവരാജൻ മാഷ് ഒരുപാട് പാട്ടുകളിൽ ആ ഒരു സിഗ്നേച്ചർ സംഭവമാണ്. ചക്രവർത്തിനി, സുന്ദരി, അങ്ങനെ ആ ഒരു അഭിസംബോധന ചെയ്യുന്ന പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഒരുപാടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പാട്ടിലും മറ്റ് പാട്ടുകളെ പോലെ തന്നെ ഒരു മ്യൂസിക് ഡയറക്ടർ വരികളുടെ അർത്ഥമറിയുന്ന, പാട്ട് മനോഹരമാക്കാൻ കൃത്യമായിട്ട് ഇടപെടൽ നടത്തുന്ന ഒരു സംഗീത സംവിധായകൻ എന്ന രീതിയിൽ ഈ പാട്ടിലും തീർച്ചയായിട്ടും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് കരുതുന്നു. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കഥയായിരുന്നു അത്. അപ്പോൾ ഈ കഥയിൽ പ്രധാനപ്പെട്ട കഥാപാത്രം മുടിയായിരുന്നു. ഏറ്റവും കൂടുതൽ സമൃദ്ധമായിട്ട് സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി, അവളുടെ മുടിയെല്ലാം ക്രോപ്പ് ചെയ്ത് ക്യാൻസർ ബാധിതയായിട്ട് കിടക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ, ആ ഒരു വല്ലാത്തൊരു വൈരുദ്ധ്യം ജീവിതത്തിലുണ്ടാകുന്ന ആ ഒരു പരിണാമം, അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ അവതരിപ്പിച്ച ഒരു സംഭവമാണ് ആ സിനിമ. ആ പാട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ശോഭയുടെ നല്ല കാലത്തുള്ള ആ മുടി മുഴുവൻ പൊഴിച്ചു പോകേണ്ടി വന്നു ആ കഥാപാത്രത്തിൻ്റെ. ശാലിനിയുടെ ഒരു ലുക്ക് ആൻഡ് ഫീൽ തന്നെ ഈ ഇടതൂർന്ന മുടിയോട് കൂടിയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഇത് മുഴുവൻ ഇല്ലാതായിട്ട് അവളെ ജീവിതത്തിൻ്റെ എല്ലാ നന്മയും നശിച്ച അവളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അന്ന് ഈ പാട്ട് പാടുമ്പോൾ ഇങ്ങനൊരു വിധിവേര്യത്വം ഉണ്ടാവുമെന്നുള്ള വിചാരിച്ചിരുന്നില്ല. പക്ഷേ അതുണ്ടായി. അപ്പോൾ ഈ കഥ പത്മനാഭൻ എപ്പോഴും പറയാറുണ്ട്, അതിലെ പ്രധാന കഥാപാത്രം ആ മുടിയാണ്. ഞാൻ പാട്ട് എഴുതുമ്പോൾ ആദ്യം പുള്ളി പറഞ്ഞതാണ്, ഇതിലെ മുടി നീ ശ്രദ്ധിക്കുക, ഇതിലെ ആ മുടിയാണ് പ്രധാന കഥാപാത്രം. അപ്പോൾ മുടിയെ വെച്ച് നീ പാട്ട് എഴുതണം. അപ്പോൾ ഈ മുടി എന്നുള്ള വാക്ക് തന്നെ പുള്ളിക്ക് വേണം. അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ആ മുടി അതിനകത്ത് പെടുത്തിയത്. കാരണം ചുരുൾമുടിയിൽ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയാണ്. അത് തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ എന്ന് പറയുമ്പോൾ അത് കറക്റ്റായി. പക്ഷേ ദേവരായ മാഷ്ട കയ്യിൽ ഇത് കിട്ടിയപ്പോൾ ദേവരായ മാഷ്ടൻ പറഞ്ഞു, ഈ പാട്ടിനൊരു തന്ത വേണ്ടേടാ. തന്ത മീൻസ് ആ വിളിക്കുന്ന ഒരു സംബോധന വേണം, പുള്ളിയുടെ ഒരു സിഗ്നേച്ചർ വേണം. അതുകൊണ്ട് പുള്ളിയാണ് സുന്ദരി എന്ന് വിളിച്ചത്. പുള്ളി സുന്ദരി എന്ന് വിളിക്കുക മാത്രമല്ല, ഈ പാട്ട് പുള്ളി ലാളിച്ച്
അത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച അദ്ദേഹത്തിൻ്റെ മകളാണ് ശർമ്മിള. ഈ പാട്ട് ട്യൂൺ ചെയ്യുന്നതൊക്കെ പുള്ളി പറയാറുണ്ട്. ശർമ്മിള ദേവരായ മാഷിൻ്റെ മകള്, അവർ കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പാട്ട് ട്യൂൺ ചെയ്യുന്നത്. ഞാനും കണ്ടിട്ടുണ്ട്. നമ്മൾ കുട്ടികളെ ഉറക്കാൻ കിടത്തിയിട്ട് മാറത്ത് കിടത്തി ഉറക്കുന്നോ അതുപോലെ ആ സ്ക്രിപ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നടക്കും. അങ്ങനെയാണ് പുള്ളി ട്യൂൺ ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ദേവരായ മാഷ് നടക്കും. ഈ എഴുതിയ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിൻ്റെ മാറിലുണ്ടാവും. അങ്ങനെ ലാളിച്ചുണ്ടാക്കിയ പുള്ളിയുടെ കുട്ടിയാണ് ഈ പാട്ട്. മാത്രമല്ല ഈ പാട്ടിന് വേറെ ഒരു ഗുണമുണ്ട്. ഈ പാട്ടിൻ്റെ BGM-ഉം 1000 പാദസരങ്ങൾ കിലുങ്ങി എന്നുള്ള ദേവരായ മാഷിൻ്റെ തന്നെ വയലാർ ഗാനത്തിൻ്റെ BGM-ഉം ചെറിയൊരു സാമ്യം കാണാനുണ്ട്. അപ്പോൾ ഈ രണ്ട് കുട്ടികളെയും പുള്ളി ലാളിച്ചിരുന്നു. 1000 പാദസരങ്ങൾ കിലുങ്ങി എന്നുള്ള പാട്ട് എത്രത്തോളം ഹൃദ്യമാണോ അതിനേക്കാൾ ഒരു പടി ഹൃദ്യമായിട്ട് ഇത് മാറാനുള്ള കാരണവും ഈ രണ്ട് പാട്ടുകൾക്കും മാഷ് കൊടുത്തിട്ടുള്ള ഡെഡിക്കേഷനാണ് ആസ് എ മ്യൂസിക് ഡയറക്ടർ. പിന്നെ ശബ്ദം, ലോകത്തിങ്ങനെ ഒരു ശബ്ദമില്ലാന്ന് തോന്നിപ്പിക്കുന്ന പോലെയാണ് ദേവരായ മാഷിൻ്റെ സുന്ദരി അദ്ദേഹം അവതരിപ്പിച്ചത്. ഈ ദാസേട്ടൻ, ഒരുപാട് പേര് ദാസേട്ടന് ശേഷം ഒരു 15,000 പേര് സുന്ദരി എന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷേ അനുഗ്രഹീതമായ നാദം ആ സുന്ദരി പോലെ വേറെ സുന്ദരി വന്നിട്ടില്ല. ഈ പാട്ടിൻ്റെ ഓർക്കസ്ട്രേഷനും അതുപോലെ തന്നെ സ്ഥിരം അതുവരെ കേട്ട ദേവരാജൻ മാസ്റ്റർ പാട്ടുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ്. തുടക്കത്തിൽ സുന്ദരി എന്നുള്ള ഒരു വിരുത്തം, അതിനുശേഷമുള്ള ഒരു ഗിറ്റാറിൻ്റെ ഒരു പോർഷൻ, അതിനുശേഷം പതുക്കെ പതുക്കെ നമ്മളിപ്പോൾ ഒരു ഗാനമേളയിലൊക്കെ പാടുന്ന പാട്ടുകൾക്കൊരു പ്രത്യേക സ്വഭാവം ഉണ്ടാകും. തബലയുടെ ട്രാക്ക് അല്ലാതെ ഡ്രംസിൻ്റെ ഒരു ബീറ്റ്, അങ്ങനെ ഒരു ക്യാമ്പസിന് അന്നത്തെ ഒരു യൂത്തന്മാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഓർക്കസ്ട്രേഷൻ ഈ പാട്ടിനകത്ത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് വിളക്കി ചേർത്തിട്ടുണ്ട്. ന്യൂജൻ സംഗീതം ആദ്യമായിട്ട് ദേവരായ മാഷാണ് പ്രയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാട്ട്, പിന്നെ ചട്ടക്കാരിയിലെ പാട്ടുകൾ, മന്ദസമീരനിൽ, അപ്പൊ ഇതിലൊക്കെ ഈ ഗിറ്റാർ ഭയങ്കരമായിട്ട് അദ്ദേഹം ആ പീരീഡിലുള്ള പാട്ടുകൾ അദ്ദേഹം മനോഹരമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ രണ്ടാമത്തെ പല്ലവി, അനുപല്ലവി, ചരണം, അപ്പൊ അതില് ചരണത്തിലൊക്കെ സംസ്കൃത പദങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. അത് ഒന്ന് വാസ്തവത്തിൽ ഞാൻ മനഃപൂർവ്വം എഴുതിയാണ്. കാരണം ഈ സച്ചിദാനന്ദ മാഷിയുടെ ഭാഷയെ പറയുന്ന പോലെ അദ്ദേഹമാണ് ഇപ്പോൾ അതിൻ്റെ ഒരു അതോറിറ്റി. ഈ ക്ലീഷേ വരരുത് എന്ന് മാത്രം വിചാരിച്ചിട്ട് എഴുതിയതല്ല അത് സ്പോണ്ടേനിയസ് ആയിട്ട് വന്നതാണ്. എനിക്ക് ഈ സൗവർണിക എന്ന് പറയുന്ന വലിയൊരു എന്താ പറയുക ഒരു ഒബ്സഷനാണ്. സൗവർണിക അവിടെ മൂകാംബിയിൽ പോകുമ്പോഴും സൗവർണിക തീർത്ഥത്തിൽ മുങ്ങുമ്പോഴും ആ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴും മനസ്സിനൊരു വല്ലാത്ത കുളിർമയുണ്ട്. അപ്പോൾ ഒരു സരസീരുക സൗവർണികയിൽ ഒഴുകി ഞാനറിയാതെ എന്നുള്ളത് വാസ്തവത്തിൽ എൻ്റെ മനസ്സ്, ഞാൻ പറഞ്ഞില്ലേ സൗവർണിക മൂകാംബി അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. ഗുരുവായൂരുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം വലിയ ഭക്തനാണ്. അദ്ദേഹത്തിന് എന്നെ കാണുമ്പോൾ വലിയ ഇഷ്ടം. അന്നും ആ പാട്ടിന് ശേഷം എപ്പോൾ കാണുമ്പോഴും പുള്ളി എന്നെ കാണുന്നത് മൂകാംബികയിലെ സൗവർണികയുടെ ആളായിട്ടാണ്. ഈ പാട്ട് അത്രമാത്രം ഈ വരി അത്രമാത്രം ഇഫക്റ്റീവായിരുന്നു. പിന്നെ നിതാന്ത നീലിമ, മലയാളത്തിൽ നീലിമ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ നിതാന്തമായ നീലിമ ഉണ്ടായിട്ടില്ല. പിന്നെ സുതാര്യ സുന്ദര മേഘങ്ങൾ, അത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആരും ഇതുവരെ സുതാര്യ സുന്ദരമായിട്ടുള്ള വാക്കുകൾ, പുതിയ വാക്കുകൾ വരുമ്പോൾ സുഖം ഉണ്ടാവും. അപ്പോൾ പുതിയ വാക്കുകൾ ഉണ്ടാക്കണമെന്നുള്ളൊരു വാശി അതുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ഭാസ്കരൻ മാഷൊക്കെ ഉള്ള വയലാർ രാമവർമ്മയ്ക്കാണ് ഈ പുതിയ വാക്കുകൾ കൊണ്ടുവരാനുള്ള ഒരു ടെൻഡൻസി ഉള്ളത്. അത് നല്ല വാക്കുകളുമായിരിക്കും. അല്ലാതെ പ്രളയപയോധിയിൽ എന്നൊക്കെ പറഞ്ഞ് എഴുതാം, സമുദ്രം എന്നൊക്കെ പറഞ്ഞ് എഴുതാം, പക്ഷേ ഈ പയോധിക്കുള്ളൊരു ശക്തി. അതെ. അപ്പോൾ അങ്ങനെ വാക്കുകളിലൊരു പുതുമ വരുത്താനും ചലച്ചിത്രഗാനത്തിൻ്റെ സ്വഭാവത്തിന് ഒരു ചെറിയ നമ്മുടേതായ സ്റ്റൈൽ ഉണ്ടാക്കാനുമുള്ള ഒരു ബോധപൂർവമായ അറ്റംപ്റ്റായിരുന്നു അത്. വളരെ മനോഹരമായൊരു ചിത്രീകരണം. രവി മേനോൻ എന്ന് പറഞ്ഞ ഒരു ആക്ടറെ സംബന്ധിച്ച് അയാളുടെ ഒരു പ്രൊഫൈൽ വയ്ക്കാവുന്ന ഏറ്റവും നല്ലൊരു ഗാനരംഗമായിട്ട് അത് മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ ചുരുളൻ മുടിയുമൊക്കെ ആയിട്ട് 80s എല്ലാ ഒരു ലുക്ക് ആൻഡ് ഫീലിൽ അദ്ദേഹം മൈക്കിന് മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ അതിന് മുന്നിൽ ചെറിയ ടേബിളുകളിൽ ഒരു യാത്രയപ്പിന് വേണ്ടിയിട്ട് ആ വർഷം അവസാനിക്കുന്നു, ഒരു ക്യാമ്പസ് വർഷം അവസാനിക്കുന്നു. ടേബിളിന് ചുറ്റും ഓരോരോ ഗ്രൂപ്പുകളായിട്ടിരിക്കുന്നു. ഈ പാട്ട് കേൾക്കുമ്പോൾ എല്ലാവരും ആ പാട്ടിലേക്ക് ലയിച്ച് ചേരുന്നു. രവി മേനോന്റെ ക്യാരക്ടർ ശാലിനിയുമായിട്ടുള്ള ഒരു പ്രണയം, അതിൻ്റെ ഒടുക്കം, അവസാനത്തെ സീനുകൾ, അങ്ങനെ എന്തുകൊണ്ടും 80കളിൽ ക്യാമ്പസിൽ ജീവിച്ചിരുന്ന, 80കളിൽ ക്യാമ്പസ് ആഘോഷിച്ചിരുന്ന എല്ലാവരും ഈ സിനിമ ഒരു വട്ടെങ്കിലും തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടായിരിക്കും. 80കൾ മാത്രമല്ല, പിന്നീട് ഒരുപാട് തലമുറകൾ ഈ സിനിമ അവരുടെ ക്യാമ്പസ് കാലത്തോട് ചേർത്ത് വെച്ചിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ്. ഈ രണ്ട് പാട്ടുകൾക്ക് പുറമെ മറ്റ് പാട്ടുകൾ ഉണ്ടായിരുന്നില്ലേ? ഇത് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ കേരളോർമ്മ കോളേജിൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ നിബിഡമായിട്ടുള്ള ഓഡിറ്റോറിയം, ജനനിബിഡം എന്ന് വെച്ചാൽ നിറഞ്ഞു കവിഞ്ഞൊരു ഓഡിറ്റോറിയം. അപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. എന്നെ അന്ന് കൽപ്പറ്റ ബാലകൃഷ്ണൻ
ആണ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഞാൻ അവിടെ വരണം, പ്രസംഗിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോവാണ്. അപ്പോൾ ഞാൻ പോകുന്നു. അദ്ദേഹം എന്നെക്കുറിച്ചൊന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ് ഇത് മാത്രമാണ്, കൽപ്പറ്റ പറഞ്ഞ ഇതാണ്, സുന്ദരി എന്നുള്ള പാട്ട് എഴുതിയ ആളാണിത്, വേറൊന്നുമില്ല. ആരവം ഉയർന്നുണ്ടായിരിക്കും. ആരവം എന്ന് വെച്ചാൽ പിന്നെ പുള്ളിക്ക് സംസാരിക്കാൻ പറ്റും. കാരണം അവർക്ക് ആ പാട്ടിനോടുള്ള അഭിനിവേശം ഉണ്ടല്ലോ. ആർപ്പ് വിളിയും എന്തൊക്കെയോ ബഹളങ്ങൾ നടക്കുക. ഞാൻ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വരുമ്പോൾ ആ ഇഫക്റ്റാണ് ഈ സുന്ദരി എന്ന് കേട്ടപ്പോൾ അവർക്കുണ്ടാകുന്നത്. കൽപ്പറ്റയാണെങ്കിലും ഇത് മനഃപൂർവ്വം ഈ സുന്ദരി പറഞ്ഞാൽ അവൻ സാധിച്ചു. കാരണം പുള്ളിക്കറിയാം ഇവരുടെ പൾസ് അതാണെന്നുള്ളത്. അത്രത്തോളം അത് ഇമ്പ്രസീവായ പോലെ ഇതിലെ മറ്റ് 2 പാട്ടുകളും അതീവ ഹൃദ്യമായിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നത് ജയചന്ദ്രൻ പാടിയൊരു പാട്ടുണ്ടായിരുന്നു, കണ്ണുകൾ കണ്ണുകൾ ഇടഞ്ഞു, മാധുര്യമ്മയും ജയിച്ചത്. അത് ദേവരായ മാഷക്ക് സുന്ദരി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഹിമശൈല സഹിതമായിരുന്നില്ല, കണ്ണുകൾ കണ്ണുകൾ ഇടഞ്ഞു എന്നുള്ള പാട്ടാണ്. പക്ഷേ കഷ്ടകാലത്തിന് ഈ പടത്തിൻ്റെ ലെങ്ത് കണക്കാക്കിയിട്ട് മോഹൻ്റെ പടത്തിനൊക്കെ ഒരു ചെറിയ പ്രോബ്ലം ഉള്ളത്, മോഹൻ എല്ലാ സീൻസും വളരെ ലാഗിങ് ആണ്, സ്ലോ പേസിലാണ് എടുക്കാറുള്ളത്. ഇവിടുന്ന് ഒരാൾ ഒരു സ്റ്റെപ്പ് കയറി പോകണമെങ്കിൽ അപ്പോൾ 18 സ്റ്റെപ്പും പുള്ളി കാണിക്കും, അതിൻ്റെ സമയവും എടുക്കും. അന്നത്തെ സിനിമയിൽ അത് വലിയൊരു അത്ഭുതമായിരുന്നു. അത് ഈ പാട്ടിലുടനീളം അങ്ങനെയുള്ള ഷോട്ട്സ് ആയിരുന്നു. ഒന്നത് അതിൻ്റെ പാട്ട് ഗംഭീരമാണെങ്കിലും ആ ലെങ്ത് ഇതിനെ ബാധിച്ചുകൊണ്ടാണ് സിനിമയിലെ പാട്ട് വരാൻ. സുകുമാരനും ശോഭയായിട്ടുള്ള ഏറ്റവും മനോഹരമായ ഈ ക്യാമ്പസ് സീൻസ് ആയിരുന്നു അത്. അത് ഞാനിപ്പോഴും എനിക്ക് സങ്കടം വരും. കാരണം ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ എല്ലാ ഭംഗിയും ആവാഹിച്ചെടുത്ത് അവിടെ ഷൂട്ടിംഗ് നടന്നത്. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജ് ആ ഇത്രയും മനോഹരമായിരുന്ന ആ ക്യാമ്പസ് മൊത്തം പുള്ളി അരിച്ചിറക്കിയ പാട്ട് സുന്ദരിയേക്കാൾ കൂടുതൽ ഈ പാട്ടാണ്. അങ്ങനെ കണ്ണുകൾ കണ്ണുകളിടഞ്ഞു എന്നുള്ള ആ പാട്ട് സിനിമയിൽ വന്നില്ലെങ്കിലും വരാതെ തന്നെ അത് പോപ്പുലർ ഹിറ്റായി എന്നുള്ളതാണ്. കാസറ്റിലും പിന്നെ ഡിസ്കിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നൊരു പാട്ട് എല്ലാവർക്കും അറിയാവുന്ന വിരഹം എന്നുള്ള 4 വരി കവിത. കവിത ആദ്യമായിട്ട് ഈ കവിത ഷോർട്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ആദ്യത്തെ പടവും ശാലിനി എൻ്റെ കൂട്ടുകാരിയാണ്. വിരഹം വിഷാദാർദ്രബിന്ദുക്കളാലെന്നും വിരചിക്കും ജീവിത ദുഃഖകാവ്യം, അയഥാർത്ഥ ബിംബങ്ങൾ ഭഗ്നപ്രതീകങ്ങൾ അണപൊട്ടി വീഴും ദുരന്തകാവ്യം, അന്തരംഗത്തിൻ അഗാധ ഗർത്തങ്ങളിൽ ആരും കാണാത്ത പൂവിരിഞ്ഞു, കൊഴിയാത്ത സ്നേഹമാം കുങ്കുമപ്പൂവിൻ്റെ ഇതളുകളിൽ സന്ധ്യ കണ്ണെറിഞ്ഞു, വനവല്ലിക്കുടിലിലെ ഏകാന്ത ശയ്യയിൽ നിറമുള്ള നിഴലുകൾ നീളുമ്പോൾ എവിടെ നിന്നെത്തി ഇടയൻ്റെ പാട്ടിൻ്റെ ഈരടികൾ എന്ന് പറഞ്ഞ 4 ഖണ്ഡമായിട്ട് എഴുതിയ കവിതയാണിത്. അത് സീനുമായിട്ട് സമന്വയിച്ച് ചേർത്തു. ആ സീൻ ഇപ്പോഴും ജനങ്ങൾ അവസാന രംഗങ്ങൾ ആ ഇടയൻ പാട്ടിൻ്റെ ഈണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ സിസ്റ്റർ MD രത്നമ്മ പറയാറുണ്ട്, അവരന്ന് സിനിമ കാണാൻ എല്ലാവരും ഒരുമിച്ച് ആ തിയേറ്ററിൽ പോയത്. കൊല്ലത്തെ ഏതൊരു തിയേറ്ററിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ചേച്ചിയുടെ കൂട്ടുകാർ പറഞ്ഞു, രത്നമ്മ ഇനി മുതൽ ഈ പടം കാണാൻ വരുമ്പോൾ കൈലേസും കൂടെ കരുതിക്കോണം. കാരണം ഈ സീനാകുമ്പോൾ മൊത്തം തിയേറ്ററിലെ ആൾക്കാർ കരയുകയാണ്. ശാലിനിയും മരിച്ചു കഴിയുമ്പോഴാണ് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഈ പാട്ടൊക്കെ വരുമ്പോൾ ആൾക്കാർ വിതുമ്പുമൊക്കെയാണ്. വേണുനാഗവള്ളി ഇങ്ങനെ കിടക്കുന്ന ആ ഷോട്ട്സൊക്കെ വരുമ്പോഴും അത്രമാത്രം ആ കവിത ആഴത്തിലേൽപ്പിച്ചു. അങ്ങനെ കവിത ഇതിലേക്ക് സന്നിവേശിപ്പിച്ച ആദ്യത്തെ പടം ശാലിനിയാണ്. പിന്നെ നക്ഷതങ്ങളാണ്. നക്ഷതങ്ങളിൽ ഇതുപോലെ തന്നെ അനുകരിച്ചു എന്ന് ഞാൻ പറയല്ല, ഇതുപോലെ തന്നെ 4 ലൈൻസ് വെച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കവിതകൾ. അതെ, അതും ഇതുപോലെ ടച്ചിങ് ആണ് പാട്ട്. അപ്പം കവിത എന്നുള്ളത് സിനിമയ്ക്ക് അനാവശ്യമല്ല എന്നൊരു തെളിയിക്കുകയാണ്.